Hi, Andala. Hope you're all doing good. Let's start. പെട്രോളൊക്കെ അടിച്ച് ഒരു കോഫി കുടിക്കാൻ നിർത്തിയതായിരുന്നു ഇവിടെ. കാർ വരും, അതിൽ കാർ ടാക്സി പോലെ ഒരു ഫാമിലി ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു കുട്ടി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് എൻ്റെ വണ്ടി വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ അവനെ വിളിച്ചു, ഓടി വന്നു. അവനിക്ക് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എൻ്റെ വണ്ടിയിൽ കയറ്റിയിരുത്തി ഞാൻ ഫോട്ടോസ് ചെയ്ത് കൊടുത്തു. അവൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ പോകാനുള്ള പ്രിപ്പറേഷൻ, ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി കയറിയിരിക്കാൻ പോകുമ്പോൾ മുന്നിൽ നോക്കുമ്പോൾ വേറൊരു കുട്ടി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനിക്കും ഫോട്ടോ എടുക്കണം. അവനെ വിളിച്ചു, ഓടി വന്നു. ഞാൻ അവനിക്കും ഫോട്ടോസ് ചെയ്തെടുത്തു. അതിനുശേഷം അവൻ്റെ ഗ്രാൻഡ് പാൻ്റെ അടുത്തേക്ക് അവൻ പോയി. തന്നെ ആ ചിരിയുണ്ട്, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, ഇപ്പോഴും ഇമോഷനാവുന്നു. അവൻ്റെ കണ്ണിലുണ്ടായ ഒരു പ്രകാശമുണ്ട്, ആ ചിരിയും. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അവനിക്ക് ഓട്ടിസം റിലേറ്റഡ് എന്തോ പ്രശ്നമുണ്ട്. ഹീസ് സൂപ്പർ ഹാപ്പി. ഞാനൊരു തരിച്ച മട്ടിലായിരുന്നു. തന്നെ അവർ പോയി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരായിട്ടൊരു ഫോട്ടോസോ ഒന്നും എടുത്തില്ല. ഞാൻ അത് AI ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൊമെൻറ്റ്, അവൻ്റെ കണ്ണിലെ പ്രകാശം എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഈ ഹൈവേയിലെത്തി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ. അറിയാതെ ഞാൻ ഏതോ സമയത്ത് കരയാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുതരം സന്തോഷത്തിൻ്റെ കരച്ചിൽ. എൻ്റെ ലൈഫ് പേർപ്പസ് അതായിരുന്നു. പഠിച്ചവൻ എനിക്ക് ആ സമയം ഞാൻ അവിടെ എത്താനും അവനെ ഹാപ്പി ആക്കാനാണ് ഇത്രയും വർഷം ഈ ട്രിപ്പ് ഡിലേ ആക്കിയതും. മേ ബി എന്നെ അത്രയും പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടും ഞാൻ അവിടെ തന്നെ എത്താനും അവനെ സന്തോഷിപ്പിക്കാനും അതായിരുന്നു എൻ്റെ നിമിത്തം, എൻ്റെ വിധി. ഐ ബിലീവ് ഇൻ ഇറ്റ്. എന്നോട് ഈ ട്രിപ്പിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കൊച്ചു സന്തോഷങ്ങൾ. ഇറ്റ് സ്റ്റേസ്. ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഇറ്റ്സ് റിയലി സ്റ്റേസ് മാൻ. Hey. You from? What's you from? I am from India, coming from Dubai. Are you going to Dubai? I come from Dubai, going to India by road. What's this motorbike? This is Honda Africa Twin. Which class are you studying? I am fourth Fourth? A. Fourth A class. Yes. What time is your class? It's already 10:15, 10:30. I go to school at 20 o'clock. Huh? 20 o'clock. I go 20 o'clock, evening. Yes. Evening class. Yes. No idea. Street. After. Yes. Oh, okay. Chicken chick. Yes. These have my shopping mall. You have shopping mall. No, I'm not. Okay, My okay. mother. Your mother has Yes. shopping mall. You what? Go you? No. Dress. No. What? You're doing good. Come on. Dress. You go. Buy my, clothes. You go my yes. We can. Shopping mall. Yeah. We have dress shop. Dress Attorlake. Fashion show store. Yes. Ah, nice. Okay, me and there's other three more cars coming. Three more cars coming. Big cars. If You have three No, three not me. big cars. My friends are coming here. We live hopefully this for 2 days. We will be here for 2 days. Then do you know Land Cruiser? I like cars. You know Land I Cruiser? like Bumper. What do you like car? I kind of like SUV. SUV, big cars, tall cars. You like big cars? Yes, I do. Yes. I like supercars as well, but You like Supra in full? you like?
Now I like BMW. BMW? Yes. BMW, which model? M3? Now M5. M5? Yes. Ah, okay. Nice choice. I can speak English. Very good. I can speak English. Yes. Yes, it is. You're speaking good. But I can some English. You can? I can some English or I can very good English. You are talking very well. You see, one of our car is coming. It is your friend car. My friend car. We're going to India by road. The second car. See that second car? Land Cruiser. You see You look at Skoda? there now. My camera. See that my camera? Yes, yes, Say hi to them. Yeah. Say hi. You live YouTube. Yeah. Oh my god. Come on, you can do it. Hi guys. Okay. Hi. We'll go. Bye bye. Bye. See ya. ഹേയ്, ഉസ്ബെക്കിലൊരു മലയാളി കഫേ ഉണ്ട്. നല്ല പൊറോട്ടയും ബീഫും ചായയൊക്കെ കുടിക്കണമെന്ന് കുറേ ആഗ്രഹം. കബാബായിട്ട് ഇറാനിൽ തുടങ്ങിയതാണ് കബാബ്. കബാബ് തന്നെ. ഇപ്പോൾ ഇവിടെ പോയാലും ഷഷ്ലിക്കും എന്താ പറയാ, തുർക്ക്മെനിസ്ഥാനും ഉസ്ബെക്കിലെത്തിയിട്ടും ഇറാനും എല്ലായിടത്തും കബാബ്. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ പുലാവ് അടിച്ച് പ്രാന്തായി. അതെ, അപ്പോൾ ഒരു മറ്റേ ഒരു ചേഞ്ച്. പിന്നെ ഇവിടെയുള്ള ഇന്ത്യൻ ഫുഡ്, മലയാളി ഫുഡ് കിട്ടുമ്പോൾ അങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ പോന്ന തണുപ്പ് ഇറാനിന്ന് തുടങ്ങുമ്പോൾ പറഞ്ഞതാ, മോളോട്ടേക്ക് കയറുന്നവരും തണുപ്പ് കൂടിക്കൊണ്ട് മരണച്ചൂട്. ഇറാന് പകുതി എത്തിയപ്പോ ആണ് ഒന്ന് തണുപ്പ് തുടങ്ങിയത്. ഏതാണ്ട് പിന്നെ ടെഹ്റാൻ കഴിഞ്ഞല്ല, ടെഹ്റാന് ആ ഒരു റീജിയൻ, മൗണ്ടൻ റീജിയൻ. അതെ, ടെഹ്റാൻ കഴിഞ്ഞ് മൗണ്ടൻ റീജിയനിൽ എത്തിയപ്പോൾ തണുപ്പ് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ തന്നെ കാസ്പിയൻ സീ, അവിടെ മുതൽ ഓൾമോസ്റ്റ് ബോർഡർ വരെ മഴയും പരിപാടിയായിട്ട് തണുത്ത് ഇറങ്ങലിച്ചിട്ടുണ്ടായി. പിന്നെന്താ, ബോർഡർ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് വീണ്ടും മൊത്തത്തിൽ ചൂടും ഓഫ് റോഡും വണ്ടി ആകെ സീനായി, പഞ്ചറായി. പിന്നെ 2 ബ്രേക്കും പഞ്ചർ ഇതായി, പകുതിയോളം വർക്ക് ചെയ്യുന്നില്ല. അത് ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിൽ ഇവിടെ ഇതേതാ സ്ഥലം ടാക്സി ബുക്ക് ചെയ്ത് ഓനിപ്പോൾ എത്തിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതും വർക്കൗട്ട് ആവുന്നില്ല. അടിപൊളി സ്ഥലം, ഒരു എന്താ പറയുക, വെറൈറ്റി സ്പോട്ട് അല്ലേ. ദർവാസ ഒരു ഡിഫറെൻറ്റ് സ്പോട്ട്, എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഒരു വലിയൊരു കുഴി, അതിൽ കുറച്ച് തീ കത്തുന്നുണ്ട്. പക്ഷെ അത് വിഷ്വലി മോർണിംഗ് നമ്മൾ പോയിട്ടില്ല. മോർണിംഗ് പോയാലോ തണുപ്പ്, അതിന്റെ അടുത്തൊരു ചൂട്, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. സത്യമായിട്ട് ക്യാമ്പ് ഫയർ പോലെ വലിയൊരു കിണർ ഇട്ടിട്ട് അടി ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ബൈക്ക് ശരിയാക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ബൈക്കേഴ്സ് ഇല്ല, ബൈക്കിംഗ് കമ്മ്യൂണിറ്റി ഇല്ല. ഒന്ന് 2 സ്ഥലത്ത് പോയി, നടക്കുന്നില്ല. ഇനിയിപ്പം ഇന്ന് രാത്രി ഇരുന്ന് എൻ്റെ കസിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ടയറൂരി ഒന്നുകൂടി ബ്രേക്ക് ഫിക്സ് ചെയ്യണം. ആ പണി ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒന്ന് ഫുഡ് അടിക്കാൻ പോവാന്നുള്ളൊരു മൂഡിൽ അന്നൊന്ന് മാപ്പ് നോക്കി. പിന്നെ അങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഉസ്ബെക്ക് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ സെയിം സിറ്റിയിലാണ് വന്നിട്ടുള്ളത്, സമർക്കന്തിൽ. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ചൂടായതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നാളെ എങ്ങനെയും ഇറങ്ങും. പറ്റുവാണെങ്കിൽ കാറിലായിരിക്കും. ബൈക്ക് എടുത്ത് ഇറങ്ങൽ രാവിലെ അത്ര ഒരു നടക്കുന്ന പരിപാടിയില്ല. 35+ ഡിഗ്രി ഉണ്ട്. അപ്പോൾ നാളെ ഒന്ന് ഇറങ്ങി ഉസ്ബെക്ക് ഒന്ന് കറങ്ങാൻ പ്ലാൻ ഉണ്ട്. ഉസ്ബെക്ക് എന്താണ് നമുക്ക് വേണ്ടിക്ക് സീരിയസ്ലി ഒന്നും ചെയ്തിട്ടില്ല. റെസ്റ്റിംഗ്, ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യുക. പിന്നെ വേറെന്താ, സത്യമായിട്ട് എത്ര 15 ദിവസത്തിന് മുകളിലായി റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു തരത്തിലും ഏടിയും ഒരു പ്രോപ്പർ ബ്രേക്ക് എന്ന് പറയാനുള്ള സംഭവം കിട്ടിയിട്ടില്ല. ഇന്ന് നാളെയും കൂടി കഴിഞ്ഞാൽ
കണ്ടിന്യൂസ് 25 ദിവസം അടുപ്പിച്ച പറ്റാണ് റൈഡ് വരാൻ മൗണ്ടെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ബൈക്ക് ഒന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് സീ. ടാക്സി എത്തി. ഇവിടെ യാൻഡെക്സ് ആണ്. യാൻഡെക്സ് ഇനിയപ്പോൾ അങ്ങോട്ടേക്കെല്ലാം യാൻഡെക്സിലാണ് കളി. സോ എത്ര മിനിറ്റ് ഉണ്ട് ഇനി? 1 മിനിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടാ. ആള് എത്തിന്ന് തോന്നണോ? ഓക്കെ, അപ്പം ഉസ്ബെക്ക് നൈറ്റ് ലൈഫുമായി കാണാം. അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഒരു ആവറേജ്. ഇല്ല പറയാലോ വായിക്ക് നോക്കാൻ കൊള്ളൂല. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഇത് ഫുഡാ ഫുഡ് എവിടെയാ പറ്റിപ്പോയത്? വെമ്പായം തന്നെ. അതെല്ലാം പറഞ്ഞിട് നോക്കാലോ. ജയിക്കാൻ നോക്കാലോ. എന്നാലും പോരട്ടെ. അയ്യോ അതില് വന്ന് നമ്മുടെ ഭാഷകള് മാറ്റി സംസാരിച്ചാലുണ്ടല്ലോ. എന്തൊരു പറഞ്ഞു നിങ്ങൾ എവിടെ വരണ? ഞങ്ങൾ ആലുവ. തിരുവനന്തപുരം മാറ്റി സംസാരിക്കാം. എന്തൊരു തിരുവനന്തപുരം ഭാഷക്ക് എന്തൊരാണ് കുഴപ്പം? എന്തൊരു കുഴപ്പം? നെയ്യാറ്റിങ്കര വന്നാ ഞങ്ങള്. പിന്നെ എന്തൊരു പാറശാല. കുട്ടികള് കലക്കിയെന്ന് പറഞ്ഞാലേ കുട്ടികള് കലക്കിയ വെള്ളം കൊടുക്കാൻ കുട്ടികൾ അവിടെ അപ്പി എന്ന് പറയണത് അറിയാവോ? അവർക്കറിയാം. ഉസ്ബെക്കിലെത്തി പ്രോപ്പർ റെസ്റ്റോറൻറ്റിലെടുത്ത് ആദ്യം തന്നെ പോയത് രജിസ്ഥാനിലേക്കാണ്. 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫീലാണ് ഒരേ സ്ഥലത്ത് ഞാനിവിടെ ബൈക്ക് എടുത്ത് എത്തും എന്നുള്ളത്. രജിസ്ഥാൻ ഈവനിങ് കാണാനാണ് ഭയങ്കര രസം. മെയിൻലി 3 ബിൽഡിങ്സാണ്. ഒന്ന് ഒരു സൈഡ് മസ്ജിദ് ഉണ്ട്, ഒരു സൈഡ് മദ്രസ ഉണ്ട്. അത് അടുത്തുനിന്ന് ഈവനിങ് ഗോൾഡൻ അവറിൽ കാണാൻ വേറൊരു ഫീലാണ്. Pakistan after 2 years. I never expected ബൈക്കിൽ വരും എന്നുള്ളത്, ഇവിടെ തന്നെ എത്തുമെന്നുള്ളത്. ഇറ്റ്സ് എ ഗുഡ് ഫീൽ. ആ സമയം കാറിൽ വന്നുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. I'll try to add. Hope you all enjoy. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് പീസ്.